സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. വിവരങ്ങളുമായി മാനസ മനോജ് ചേരുന്നുണ്ട്. മാനസ, മറ്റെന്തൊക്കെ മുന്നറിയിപ്പുകളാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്? എല്ലാ ജില്ലകളിലും ഈ പരക്കെ മഴയുണ്ടാകുമെന്നാണോ കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്? സിജു, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് മഴയ്ക്ക് കാര്യമായ രീതിയിൽ ശമനം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിലവിൽ ഇന്ന് മാത്രമാണ് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. അതായത് ശക്തമായ മഴ സാധ്യത മാത്രമാണ്, അതും ഒറ്റപ്പെട്ട ഇടങ്ങളിലായിട്ടും ശക്തമായ മഴ എന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. എങ്കിൽ കൂടിയും അലർട്ടുകൾ ഇല്ലാത്ത ജില്ലകളിലും ഇത്തരത്തിൽ നേരിയ രീതിയിലുള്ള മഴ ലഭിച്ചേക്കാം എന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തന്നെ മഴ തീവ്രമാകുന്ന കാഴ്ച കണ്ടിരുന്നു. അതുകൊണ്ട് ആളുകൾ അതീവ ജാഗ്രത കൈവിടരുത് എന്ന നിർദ്ദേശം തന്നെയാണ് നൽകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മോശം കാലാവസ്ഥയായതിനാൽ ഇന്നും നാളെയും മത്സ്യബന്ധന വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ശക്തമായ കാറ്റിനുള്ള സാധ്യതയാണ് കണക്കാക്കപ്പെടുന്നത്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശും എന്ന സൂചനയാണ് കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് അപകട മേഖലകളിൽ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. ഒപ്പം മാറേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അധികൃതരെ അറിയിക്കണം. ശേഷം നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ബംഗാൾ ഉൾക്കടലിന് മുകളിലായുള്ള തീവ്ര ന്യൂനമർദ്ദം നിലകൊള്ളുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറാനുള്ള ഒരു സാധ്യതയും കണക്കാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വ്യാപക മഴ ലഭിക്കുന്നത്. അതും ശക്തമായ രീതിയിൽ മാത്രമായിരിക്കും മഴ ലഭിക്കുക. തീവ്രമായി വരാനുള്ള സാധ്യത നിലവിൽ കണക്കാക്കുന്നില്ല.